നാടകത്തിനകത്തും പുറത്തും നായകവേഷമാണ് ഷിബു RS എന്ന സബ് ഇൻസ്പെക്ടർക്ക്. പുരസ്കാര പ്രഖ്യാപനം കഴിഞ്ഞ് പീതംപുരയിലെ നാടക പ്രാക്ടീസിലാണ് ഷിബു എത്തിയത്. ഡൽഹി പോലീസിൽ ജോലി ചെയ്യുന്ന നാടക സംവിധായകൻ ഉല്ലാസ് എരുവയും സഹപ്രവർത്തകരും സ്നേഹനിർഭരമായ വരവേൽപ്പാണ് നാടക ക്യാമ്പിൽ നൽകിയത്. നിരോധിത സംഘടനയായ ഹിസ്ബുൾ മുജാഹിദിലെ തീവ്രവാദി ജാവേദ് മാട്ടുവിനെ കഴിഞ്ഞ ജനുവരിയിൽ സാഹസികമായി പിടികൂടിയ ധീരതയ്ക്കാണ് രാജ്യം അഭിനന്ദന പതക്കം സമ്മാനിക്കുന്നത്. നമ്മളയാളെ ഫോഴ്സിലി നമ്മൾ ചേസൊക്കെ ചെയ്തിട്ട് പിടിക്കുകയായിരുന്നു ഇത്. അപ്പോൾ ഒരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അത്രയും കാശ്മീർ ഷോംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരാൾ. അപ്പോൾ എത്രയോ അയാളുടെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. കുറേ അയാൾ ഇൻവോൾവ് ആണ്. അപ്പോൾ അയാൾ എത്ര പോലീസുകാരെ ബ്ലാസ്റ്റ് ചെയ്തു, അങ്ങനെ കുറേ ആളെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പല ഓപ്പറേഷനുകളിലും നാടകാഭിനയം ഏറെ സഹായിച്ചിട്ടുണ്ട്. പല സ്ഥലവും നമ്മൾ ഓപ്പറേഷനിൽ പോകുമ്പോൾ നമുക്ക് യൂണിഫോം ഇട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ അവിടെ ഒരു പോലീസ് എന്ന രീതിയിലല്ല നമ്മൾ പോകുന്നത്. നമ്മളൊരു സാധാരണ മനുഷ്യൻ. നമ്മളങ്ങനെ കുറേ ഒരു ഓപ്പറേഷൻ അത് കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മാസം 6 മാസമൊക്കെ എടുക്കും. അപ്പോൾ 6 മാസം നമ്മൾ അതിൻ്റെ പുറകിൽ പോവുകയും നമ്മൾ അവിടെ നമ്മൾ അവിടെ എവിടെയാണോ നമ്മൾ പോകുന്നത് അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മളവിടെ അവരുമായിട്ട് ഇൻവോൾവ് ചെയ്യും. അപ്പോൾ അതിലൊക്കെ ഈ നാടകങ്ങൾ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 35 നാടകങ്ങളിൽ വേഷമിട്ട ഈ ഷിബു രാഘവനെ തേടി പലതവണ മികച്ച നടനെന്ന അംഗീകാരമെത്തി. ഗായത്രിയും ജമീലയും എന്ന നാടകത്തിലെ മദൻ എന്ന വേഷത്തിനായിരുന്നു 2018 സംഗീത നാടക അക്കാദമി പുരസ്കാരം. ഉള്ളേരി പാലോറ ഹൈസ്കൂളിൽ തുടങ്ങിയ നാടകപ്രേമം കോടഞ്ചേരി ഗവൺമെൻറ് കോളേജും പിന്നിട്ട് 1995 ഡൽഹിയിൽ ചേക്കേറിയപ്പോഴും കൂടിയതല്ലാതെ ഒട്ടുമേ കുറഞ്ഞില്ല. 8 നാടകങ്ങൾ സംവിധാനം ചെയ്തു. മൂകനർത്തകൻ എന്ന നാടകത്തിനായി കഥകളി പഠിച്ച് അരങ്ങിലെത്തി. ഫെബ്രുവരി 1 അരങ്ങിലെത്തുന്ന ദൊഹ്റാൻ എന്ന ഹിന്ദി നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പാണ് നിമിഷ നേരം കൊണ്ട് അനുമോദന വേദിയായി മാറിയത്. നാടകം ആയിട്ട് ബന്ധപ്പെട്ടാണ് ഷിബുവിനെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. ആ കാലഘട്ടത്തിലൊക്കെ ഷിബുവായിട്ട് ബന്ധപ്പെടുമ്പോൾ ഞങ്ങളുടെ ഡ്രാമ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള താല്പര്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഷിബു ഒരു നാടക നടൻ മാത്രമല്ല, പല നാടകത്തിൻ്റെ പല വ്യത്യസ്തമായ തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളേരി ഈക്കോ ക്ലബിലെ നാടകങ്ങളാണ് ഷിബുവിലെ നടനെ കണ്ടെത്തിയത്. ഡൽഹിയിലെ ജനസംസ്കൃതി എന്ന സാംസ്കാരിക സംഘടനയുടെയും DMAയുടെയും വേദികളിലൂടെ അറിയപ്പെടുന്ന നടനായി മാറി. ഭാര്യ രമ്യ S നായരും മക്കളായ സിദ്ധാന്ത് സൂര്യയും സംവേദ സൂര്യയും എല്ലാ റോളുകൾക്കും അകമഴിഞ്ഞ് പിന്തുണച്ചു. ഇന്ദുലേഖയും ഒരു തെരുവിൻ്റെ കഥയും മഹാകവി കുമാരനാശാന്റെ ജീവിതകഥയും ഡൽഹിയിലെ അരങ്ങിലെത്തിക്കണമെന്നാണ് ആഗ്രഹം. നാടകമോഹങ്ങളുടെ പുതിയ കർട്ടനുകൾ വലിച്ചുയർത്തിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ യാത്ര. യൂണിഫോമിലേക്ക് കൂടുതൽ പതക്കങ്ങൾ തേടിയെത്തുമ്പോഴും നാടകത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാനാണ് ഈ പ്രതിഭയുടെ തീരുമാനം. അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോദ്, മീഡിയ 1, ഡൽഹി.